ഹലോ, എല്ലാവർക്കും ചൂട് മുരിഞ്ഞ ദോശ ഒരുപാട് ഇഷ്ടമല്ലേ? എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നെയ്യോ വെണ്ണയോ ഒക്കെ ചേർത്ത് നല്ല മുരിച്ചെടുക്കുക. അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലതുപോലെ ചട്നിപ്പൊടി മേലെ തൂവിയിട്ട് അതങ്ങ് കഴിക്കുക. നല്ല ചമ്മന്തിയുടെ കൂടെ തേങ്ങാ ചമ്മന്തിയോ ഉള്ളിച്ചമ്മന്തിയോ ഏതായാലും ചട്നിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഏതായാലും അതിൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പം ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉഴുന്ന്, പിന്നെ സാമ്പാർ പരിപ്പ്, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ്, എള്ള്, പൊട്ടുകടല, പിന്നുള്ളത് നമ്മളെ കടലപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം. ഡ്രൈ റോസ്റ്റ് ചെയ്യലാണ് ഇതിൽ മെയിൻ പരിപാടി. ഏതായാലും അതൊക്കെ ആദ്യം ഞാനൊന്ന് വറുത്തെടുക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കല്ലുപ്പ് ഞാൻ എടുത്തുകൊണ്ടൊന്ന് പൊടിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതും കൂടി പൊടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതെല്ലതും തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേ. ഇനി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വറ്റൽമുളക് എടുത്തപ്പോൾ ഞാൻ 2-3 കാശ്മീരി മുളക് കൂടി എടുത്തു കേട്ടോ, ഒന്ന് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ആദ്യം അതും ഒക്കെ പൊടിച്ചെടുത്ത് പിന്നെ അതിന് ശേഷം ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി എടുത്ത് നല്ലതുപോലെ ഫൈൻ പൗഡറായി പൊടിച്ചെടുത്തു കേട്ടോ. ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് മാറ്റി വയ്ക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലേക്ക് നല്ല എയർ ടൈറ്റ് ജാറിലേക്ക് മാറ്റി വെച്ചാൽ നമ്മളെ ചട്നിപ്പൊടി റെഡി ആയിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. കായപ്പൊടി ആണെന്നെങ്കിൽ പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, ബൈ, സീ യു.